എന്തിന്? ആളുകളെ കാശ് പിടുങ്ങാൻ വേണ്ടി. ഉത്തരം കിട്ടുന്ന സാദാത്യങ്ങളും മാരിഫ്യങ്ങളും പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ആളുകളങ്ങനെ പരസ്യം കൊടുത്തിട്ട് ക്ഷണിക്കാണ്. ആരെങ്കിലും ദ്വാക്ക് പൈസ കൊടുത്താൽ ഓനും ഓന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഭയങ്കര ദ്വാ. അപ്പൊ പിന്നെയും കുറെ ആളുകൾ കൊണ്ടുവന്ന് കൊടുക്കും. അതിന്റെ ഒരു സാമ്പിൾ നിങ്ങൾ കണ്ടോളി. അങ്ങനത്തെ ഒരു കൽബിന്റെ ഉടമയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു 5000 പറയാൻ പറ്റുമല്ലേ പറഞ്ഞോളി, നമുക്ക് ദ്വാരം കൊടുക്കാലോ. ഒരു 5000 പറയാൻ പറ്റുമല്ലോ പറഞ്ഞോളി, നമ്മൾ ദ്വാരം കൊടുക്കാലോ. വെറുതെ ദ്വാരക്കൂല, 5000 കൊടുക്കണം. അത് ശൈഖുനാനെ മുമ്പിലിരുത്തിയിട്ട് അതിന്റെ മുരീദ് പറയാണ്. ദിക്ർ സമ്മേളനമാണ് നടക്കുന്നത് അല്ലെ, CM വലിയുള്ളാഹിന്റെ നാട്ടിലാണ് നടക്കുന്നത്. അങ്ങനെ ഒരു കുഞ്ഞാമു 5000 കൊടുത്തു. അത് കേട്ടോളി. വയനാട്ട് മേലെ ചെട്ടിയാൻ വീട്ടിൽ കുഞ്ഞാമു 5000 രൂപ സംഭവം. അൽഹംദുലില്ലാ, ഒരാളെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ കുഞ്ഞാമു എന്ന മാന്യ വ്യക്തിയുടെ ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. കുഞ്ഞാമുവിന്റെ ഹൃദയം ഈ പറഞ്ഞ മഹത്വമുള്ള ഹൃദയമാക്കണേ അല്ലാ. പ്രകാശിക്കുന്ന ഈമാനും തഖ്വയും ആ മാന്യ വ്യക്തിക്ക് നൽകണേ അല്ലാ. മരണസമയം വരെ ശൈഖുനാന്റെ തർബിയത്തും തർബിയത്തും ആ മാന്യ വ്യക്തിക്ക് നൽകണേ അല്ലാ. അവർക്കുള്ള സമ്പത്തിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവരുടെ ഭാര്യ സന്താനങ്ങളെ വിജയികളാക്കണേ അല്ലാ. മരിച്ചവർക്ക് പൊറുക്കണേ അല്ലാ. അവർക്കും ബന്ധപ്പെട്ടവർക്കും ദീർഘായുസ് നൽകണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അവിടെ അല്ലാത്തോട് ദ്വാരന കാശ് തിരിച്ചു വാങ്ങും. അപ്പൊ അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം ദ്വാരന്നിരിക്കാണ്. ആണ്ട് നേർച്ചയും ദിക്ർ ദുആ സമ്മേളനവും ഇതാണ് നിങ്ങളെ ദുആ. ഇത് നിങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ടാവുമോ? 5000 തെരുവോളം കുഞ്ഞാമൂന് നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ. ഉസ്താദെ പൈസ ഒന്നും കയ്യിലല്ലോ, ഒന്ന് ദ്വാരക്കണോ ഉസ്താദ് പറഞ്ഞാല്. പൈസ എടുക്കണോ? കുറച്ചു നേരം തോന്നുന്നു മതിയോ? ഞാൻ തന്നീനാഴ്ചയില്ല, കുറച്ചും കൂടി ദ്വാരക്കണം. ഇങ്ങനെ കൂലിക്ക് ദ്വാരപ്പിക്കുന്ന സമ്പ്രദായം അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നിട്ടുണ്ടോ?